ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ദിനത്തിലെ നമ്മുടെ വായനഭാഗം പുറപ്പാട് പുസ്തകം 33 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 34 അധ്യായം 14 വാക്യം. അന്യദൈവത്തെ നമസ്കരിക്കരുത്, യഹോവയുടെ നാമം തീക്ഷ്ണൻ എന്നാകുന്നു, അവൻ തീക്ഷ്ണതയുള്ള ദൈവം തന്നെ. ഇസ്രായേൽ സമൂഹത്തെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് വാഗ്ദത്ത നാടായ കനാനിലേക്ക് നയിക്കുന്നതാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. ഇവിടെ ചിന്നിച്ചിതറിയ ഒരു സമൂഹത്തെ ഏകോപിപ്പിച്ച് വ്യത്യസ്തമായ രീതിയിൽ അക്കരെ നയിക്കുന്നതിൽ മോശയുടെ നേതൃത്വ പാഠവും വളരെയധികം ബഹുമാനാർഹമാണ്. അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ അഥവാ അതിശയകരമായി അവരെ വഴി നടത്തിയ ദൈവത്തെ മറക്കുകയും കാളക്കുട്ടിയെ ആരാധിക്കുകയും ചെയ്ത ഒരു സമൂഹമായിട്ട് അവർ മാറുന്നു. ജനത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ കോപം വന്ന മോശ ദൈവം നൽകിയ കൽപ്പലകകൾ ഉടച്ചു കളയുന്നു.